Dear students, drug of choice in treatment of partial complex seizures. Options: carbamazepine, sodium valproate, ethoxamide, phenytoin. ഇതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത് കാർബാമാസെപ്പിൻ ആണ്. കാർബാമാസെപ്പിൻ എന്ന് പറയുന്നത് സിമ്പിൾ പാർഷ്യൽ അതേപോലെ തന്നെ കോംപ്ലക്സ് പാർഷ്യൽ രണ്ട് സീഷൻ്റെ കേസിലും ഉപയോഗിക്കുന്ന ഒരു ഡ്രഗാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൈജമിനൽ ന്യൂറാൾജിയ എന്ന് പറയുന്ന ട്രൈജമിനൽ നെർവിൻ്റെ ഓവർ ആക്ടിവിറ്റി വരുന്ന വളരെ സിവിയർ പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന സാഹചര്യത്തിലും കാർബാമാസെപ്പിനാണ് ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഒരു ആൻറ്റിമാനിയ ഡ്രഗായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. സോഡിയം വാൽപ്പറേറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ജനറലൈസ്ഡ് സീഷനാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ആദ്യം ഈ പാർഷ്യൽ സീഷനും ജനറലൈസ്ഡ് സീഷനും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും പറഞ്ഞാൽ ഇതേ ഉള്ളൂ. നമ്മുടെ സെറിബ്രൽ ഹെമിസ്ഫിയറിലെ രണ്ട് ഭാഗങ്ങളും ഇൻവോൾവ് ആകുകയാണെങ്കിൽ അത് ജനറലൈസ്ഡും, അതേപോലെ തന്നെ ഒരു ഭാഗം മാത്രമേ ഇൻവോൾവ് ആകുന്നുള്ളൂ എങ്കിൽ അതിനെ പാർഷ്യൽ സീഷർ എന്നും പറയും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് സോഡിയം വാൽപ്പറേറ്റ് എന്ന് പറയുന്ന ഡ്രഗ് ജനറലൈസ്ഡ് സീഷറിലാണ് ഉപയോഗിക്കുന്നത്. ദെൻ എത്തോക്സമൈഡ് എന്ന് പറയുന്ന ഡ്രഗ് അതിപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ച് കാണുന്നുണ്ട്. അത് ജനറലൈസ്ഡ് സീഷറിൽ തന്നെ നിങ്ങൾ പഠിക്കുന്ന ഒരെണ്ണമാണ് ആബ്സെന്റ് സീഷർ അല്ലെങ്കിൽ പെറ്റിറ്റ് മാൽ എപ്പിലെപ്സി എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളിലാണ് സാധാരണ കാണപ്പെടുന്നത്. സ്റ്റെയറിംഗ് മൂവ്മെൻ്റ് ആണ്. ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് 2 മിനിറ്റോളം ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. അപ്പോൾ ഇത് ഒരു സീഷർ ആക്ടിവിറ്റി ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ചില പേരൻസ് അതൊരു ഒരു എന്താ പറയുക ഒരു ചെറിയ ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ നെഗ്ലക്റ്റ് ചെയ്ത് കളയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അവർ ഷെയർ ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യാനും അതിനെ ട്രീറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടതാണ്. അപ്പോൾ എത്തോക്സിമൈഡ് എന്ന് പറയുന്ന ഡ്രഗാണ് അതിന് കൊടുക്കുന്നത്. ദെൻ അടുത്തത് ഫെനിറ്റോയിൻ ആണ്. ഫെനിറ്റോയിനും നിങ്ങൾക്ക് അറിയാവുന്ന കൂട്ടി തന്നെ ജനറലൈസ്ഡ് സീഷറിൽ കൊടുക്കുന്ന ഒരു ഡ്രഗാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും വരുന്ന ഒരു എപ്പിലെപ്സിയാണ് ഗ്രാൻഡ് മാൽ എപ്പിലെപ്സി. അറിയാമല്ലോ, ടോണിക് ക്ലോണിക് സീഷർ എന്നുള്ളത്. ദെൻ ബെൻസോഡൈസപാം എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. നിങ്ങൾക്കറിയാം സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന് പറയുന്ന സാഹചര്യം. ഇറ്റ്സ് എ ഫോം ഓഫ് കണ്ടിന്യൂസ് സീഷർ മോർ ദാൻ 30 minutes വിതൗട്ട് റീഗെയിനിങ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതാണ്. ഈ സാഹചര്യത്തിൽ ഏകദേശം പെട്ടെന്ന് ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് വരുന്ന അത് ഏതാണ് എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഷോർട്ട് ടൈം ആയിട്ട് ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ്, അപ്പോൾ നേരത്തെ ഡയസപ്പാം ആയിരുന്നു, ഇപ്പോൾ ലോറാസപ്പാം ആണ് ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. വീണ്ടും അതിനകത്ത് മാറ്റങ്ങൾ വരുന്നുണ്ട് സ്റ്റഡീസ് പോകുന്നതനുസരിച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓണം സീസണാണ്. പഠിക്കാൻ തുടങ്ങിയവർ തന്നെ എനിക്ക് തോന്നുന്നൊരു 150 കുട്ടികൾ നമ്മൾ ഇത്തരത്തിലൊരു മോട്ടിവേഷൻ കൊടുക്കുന്നതിൽ നിന്ന് പഠനത്തിലേക്ക് തിരിഞ്ഞു വന്നിട്ടുണ്ട്. വളരെ സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ ആരും തന്നെ ഈ സീസണിലെ തിരക്കിൽ, ഇപ്പോൾ ഒരു തിരക്കുള്ള ഒരു സമയമാണ്, ഈ തിരക്കിൽ കാര്യങ്ങൾ മാറ്റി വെക്കരുത്. സമയം ഇത്തിരി കുറച്ചാലും ഒരു ദിവസം എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തണം. ഓക്കെ, ഒരുപാട് കുട്ടികൾ സോഡിയാക്കിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി തന്നെ ഒരുപാട് പേരെത്തുകയും അതിൻ്റെ അവൈലബിലിറ്റിയെ പറ്റി അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു നല്ല സൈനാണ്. അപ്പോൾ ഒറ്റക്കാര്യമേ പറയാനുള്ളൂ, അതിലേക്ക് അങ്ങനെ ഒരു ചേഞ്ച് തന്നെ നല്ലൊരു കാര്യമാണ്. പക്ഷെ ഇതിൽ നിന്നൊരു ഡീവിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ചു വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു 1-2 ആഴ്ച അല്ലെങ്കിൽ മാക്സിമം 3 ആഴ്ച 21 ദിവസം നിങ്ങൾ ഇത് സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ എനിക്ക് പോലും പിന്നീട് കഴിയില്ല.